ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക, കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങളെ ആദ്യമായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രഞ്ച് ചിത്രത്തിനെയാണ്. 2003 പുറത്തിറങ്ങിയ ദ ഡ്രീമേഴ്സ് എന്ന ചിത്രമാണത്. ഇവ ഗ്രീൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ പ്രദർശനമുണ്ട്. ഇവ ഗ്രീൻ്റെ നിരവധി കിടുരംഗങ്ങൾ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഇവ ഗ്രീനെ അറിയാമായിരിക്കും. 300 എന്ന ചിത്രത്തിൽ അഭിനയിച്ച് വളരെയധികം പ്രേക്ഷക ശ്രദ്ധ ആർജിച്ച നടിയാണവൾ. ആ ചിത്രത്തിൽ മാത്രമല്ല, മറ്റനവധി ചിത്രത്തിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് 300-ൽ അവൾ അഭിനയിച്ച ആ രംഗമാണ്. വളരെയധികം പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന ഒരു അടിപൊളി രംഗമാണ് അവൾ ആ സിനിമയിൽ കാഴ്ചവെച്ചത്. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി, സിൻ സിറ്റി, ഡാർക്ക് ഷാഡോസ് എന്നിവയാണ് അവളുടെ മറ്റ് ചില ചിത്രങ്ങൾ. നമുക്കെന്നാൽ ഡ്രീമേഴ്സ് എന്ന ഈ ചിത്രത്തിലേക്ക് കടക്കാം. ഇസബെല്ല എന്നൊരു കഥാപാത്രത്തിനെയാണ് ഇവ ഗ്രീൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മാത്യു എന്നു പേരുള്ള ഒരു പയ്യൻ പാരീസിൽ തൻ്റെ പഠനത്തിനായി വരുന്നു. അവിടെ വെച്ചവൻ ഇസബെല്ല എന്ന ആ പെൺകുട്ടിയെ കാണുന്നു. ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ പ്രണയിക്കുന്നു. അങ്ങനെ അവർ അവിടെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം പിരിയുന്നു. രാത്രിയിൽ മുറിയിലെത്തിയിട്ടും മാത്യുവിന് അവളെ പറ്റിയായിരുന്നു ചിന്ത. പിറ്റേ ദിവസം മാത്യുവിന് ഇസബെല്ലയുടെ ആങ്ങളെ വിളിക്കുന്നു. വീട്ടിലൊരു വിരുന്നുണ്ടെന്നും അതിൽ പങ്കെടുക്കുവാനും മാത്യുവിനെ അവൻ ക്ഷണിക്കുന്നു. തനിക്ക് കിട്ടിയ ഈ സന്ദർഭം പാഴാക്കരുതെന്ന് കരുതി മാത്യു അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു. ഡിന്നറെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സമയം രാത്രിയായി. അതുകൊണ്ട് മാത്യു അന്ന് രാത്രി അവിടെ ചെലവഴിക്കുവാൻ തീരുമാനിക്കുന്നു. അന്ന് രാത്രിയിൽ ആ വീട്ടിൽ ചില പരിപാടികൾ നടക്കുന്നു. എല്ലാം പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന രംഗങ്ങളാണുള്ളത്. എല്ലാ രംഗങ്ങൾക്കും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. പൂർണ്ണ പ്രദർശനം മാത്രമല്ല, മറ്റ് ചില പരിപാടികളും ഈ രംഗങ്ങളിൽ ഉൾപ്പെടുന്നു. ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാത്ത് ടബിൽ അവർ 3 പേരും ഒന്നിച്ച് കുളിക്കുന്നതാണ്. അത്തരം നിരവധി രംഗങ്ങളാണ് ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവ ഗ്രീനെ പൂർണ്ണമായി കാണണമെങ്കിൽ നിങ്ങൾ ഈ ചിത്രം ഉറപ്പായും തന്നെ കാണണം. അത്തരം മാസ്മരിക കാഴ്ചകളാണ് ഇവ ഗ്രീൻ തൻ്റെ ഈ ചിത്രത്തിലൂടെ പുറത്തു കാട്ടുന്നത്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളാരും ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമത് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് 2007 പുറത്തിറങ്ങിയ നോർമൽ എന്ന ഹോളിവുഡ് പടത്തിനെയാണ്. കോരി ആനിമോസ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. കാതറിൻ എന്നൊരു കഥാപാത്രത്തിനെയാണ് കാരി അവതരിപ്പിക്കുന്നത്. കാതറിൻ്റെ മകൻ ഒരു അപകടത്തിൽ കൊല്ലപ്പെടുന്നു. ആ വിഷാദത്തിലിരിക്കുന്ന കാതറിൻ തൻ്റെ സ്റ്റെപ്സണുമായി ബന്ധപ്പെടുന്നു. അതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. സുന്ദരിയായൊരു നടിയാണ് കാരി. അവൾ അവളുടെ മാസ്മരിക പ്രകടനം തന്നെ ഈ സിനിമയിൽ കാഴ്ചവെക്കുന്നു. കാതറിൻ്റെ നഗ്നത അവളുടെ സ്റ്റെപ്സണായ ജോർദി കാണുവാനിടയാകുന്നു. അവൻ അത് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന കാതറിൻ അവിടെ കിടന്ന ടവൽ ഉപയോഗിച്ച് തൻ്റെ നഗ്നത മറയ്ക്കുന്നു.
കാത്തറീൻ്റെ നഗ്നത കണ്ട് മൂട് കയറിയ ജോർദി അവളെ വിടുവാൻ കൂട്ടാക്കിയില്ല. അവൻ അവളെ കയറി പിടിച്ച് ബലമായി പരിപാടി പാസാക്കി. ഈ സമയം കാത്തറീൻ്റെ ഭർത്താവായ ഡെയ്ൽ അങ്ങോട്ട് കടന്നു വരുന്നു. നഗ്നയായി കണ്ട കാത്തറീനെ ഡെയിലും എടുത്തു പണിയുന്നു. ഇതെല്ലാം കണ്ട് ജോർദി കബോർഡിൽ പാത്തിരിക്കുന്നു. കളിക്ക് മാത്രമല്ല കുറച്ച് കഥയ്ക്കും ഈ പടം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കുറച്ച് സെൻറ്റിമെൻ്റലായി തുടങ്ങുന്ന പടം പിന്നീട് കളിയിലേക്ക് മാറുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ മൂന്നാമതേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒട്ടുമിക്ക പേരും കണ്ട് തൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിലോട്ട് ആഡ് ചെയ്ത ഒരു ചിത്രത്തിനെയാണ്. 2000 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ ചിത്രമായ മെലീന ആണിത്. മോണിക്ക ബെല്ലുക്കി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ പ്രദർശനമുണ്ട്. മോണിക്ക ബെല്ലുക്കിനെ ഇതിനോടകം തന്നെ മിക്കവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മെട്രിക്സ്, സ്പെക്ടർ, ഇറിവേഴ്സിബിൾ എന്ന ഈ ചിത്രത്തെ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു റേപ്പ് വിക്ടിമിൻ്റെ കഥ പറയുന്ന ചിത്രമാണ്. ആ പടം കണ്ടിട്ടുള്ളവർ മോണിക്ക ബെല്ലുക്കിനെ തീർച്ചയായും തന്നെ അറിയാമായിരിക്കും. നല്ല അടിപൊളി കിടുരംഗങ്ങൾ ആ ചിത്രത്തിലും അവൾ കാഴ്ചവെക്കുന്നുണ്ട്. മാത്രമല്ല ജെയിംസ് ബോണ്ട് ചിത്രമായ സ്പെക്ട്രയിലും അവൾ അഭിനയിച്ചിട്ടുണ്ട്. ബ്രാം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുളയാണ് അടുത്ത ചിത്രം. മോണിക്ക ബെല്ലുക്കിയുടെ പൂർണ്ണ പ്രദർശനമുള്ള മറ്റ് ചില ചിത്രങ്ങൾ കൂടിയുണ്ട്. 2015 പുറത്തിറങ്ങിയ വില്ലി മേരി, 2014 പുറത്തിറങ്ങിയ മൊസാർട്ട് ഇൻ ദ ജംഗിൾ, 2013 റൈനോ സീസൺസ് എന്ന് തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഇതിലുൾപ്പെടുന്നു. ആർക്കെങ്കിലും മോണിക്ക ബെല്ലുക്കിയുടെ ചിത്രങ്ങളെപ്പറ്റി നല്ലൊരു വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഞാൻ ഉറപ്പായിട്ടും അവളെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ്. നമുക്കെന്നാൽ മലീന എന്ന ഈ ചിത്രത്തിനെ പരിചയപ്പെടാം. പട്ടാളക്കാരൻ്റെ ഭാര്യയായ മലീന എന്ന കഥാപാത്രത്തിനെയാണ് മോണിക്ക ബെല്ലുക്കി ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. യുദ്ധത്തിനെ തുടർന്ന് അവളുടെ ഭർത്താവ് ജോലിക്ക് പോകുന്നു. പിന്നീട് അവളുടെ ഭർത്താവിനെപ്പറ്റി യാതൊരു വിവരവും അവൾക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ജീവിത പ്രാരാബ്ദങ്ങൾ കാരണം അവൾ ഒരു വെടിശാലയിൽ ചെന്നകപ്പെടുന്നു. ഇതിനിടയിൽ കൗമാരക്കാരനായ റിനാറ്റോ എന്നു പേരുള്ള ഒരു പയ്യന് അവളോട് ഇഷ്ടം തോന്നുന്നു. അങ്ങനെ അവൾ ചെയ്യുന്ന പല പ്രവൃത്തികളും അവൻ ഒളിഞ്ഞു നിന്ന് കാണുന്നു. അങ്ങനെ റിനാറ്റോയുടെ സ്വപ്നസുന്ദരിയായി മലീന മാറുന്നു. അവൻ്റെ സ്വപ്നങ്ങളിൽ പലയിടങ്ങളിലും അവൾ ഇടം പിടിക്കുന്നു. ആ രംഗങ്ങളെല്ലാം ഈ ചിത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. യാതൊരു മറയുമില്ലാതെ തന്നെ ആ രംഗങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം വളരെ ത്രസിപ്പിക്കുന്ന രംഗങ്ങളാണ്. ഒന്നും മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾ ആ ചിത്രം കാണൂ. നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ആവേശഭരിതരാക്കാനുള്ള വകുപ്പ് ഈ ചിത്രത്തിനുണ്ട്. ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഉറങ്ങിക്കിടന്നിരുന്ന റിനാറ്റോയുടെ അടുത്ത് വന്ന് മലീന പൂർണ്ണ പ്രദർശനം കാണിക്കുന്നതാണ്. അത് കണ്ട് ആവേശഭരിതരാകാത്ത യാതൊരു പ്രേക്ഷകർ പോലും കാണില്ലെന്നുറപ്പ്. ഈ ചിത്രത്തിൻ്റെ രംഗങ്ങൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. മാത്രമല്ല ഇതൊരു R റേറ്റഡ് ചിത്രം കൂടിയാണ്. എല്ലാം കൂടി ഒരു സൂപ്പർ കാഴ്ചവിരുന്ന് തന്നെ ഈ ചിത്രം ഒരുക്കുന്നുണ്ട്. മോണിക്ക ബെല്ലുക്കിനെ ഇഷ്ടപ്പെടുന്നവർ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ നാലാമതെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി നെതർലാൻഡിയൻ ചിത്രത്തിനെയാണ്. 2010 പുറത്തിറങ്ങിയ ലല്ലെ ബെല്ലെ എന്ന ചിത്രമാണത്. അന്ന റാൾസ്വർഡ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടുരംഗങ്ങളുണ്ട്. ബെല്ലെ എന്നൊരു കഥാപാത്രത്തിനെയാണ് അവൾ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ
ബെല്ലയുടെ മാത്രമല്ല ഈസിസ് കബാലറ്റിൻ്റെയും നിരവധി ആവേശകരമായ രംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ടേബിളിൽ വെച്ച് നടത്തുന്ന ചില പരിപാടികളാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതിസുന്ദരിയാണ് ബെല്ലെ. 19 വയസ്സുകാരിയായ ബെല്ലെ എന്ന ആ പെൺകുട്ടിയുടെ കഥ പറയുന്ന ഒരു ചിത്രമാണിത്. അവൾക്ക് വയലിൻ വായിക്കുവാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ സംഗീതം നിറഞ്ഞ അവളുടെ ജീവിതത്തിലേക്ക് ജെസ്സി എന്നു പേരുള്ള ഒരാൾ കടന്നു വരുന്നു. പിന്നീട് അവളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം തുറന്നു പറയുന്നത്. ഈ ചിത്രത്തിനും നല്ലൊരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുവാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചിത്രവും മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ 5ാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 2013 പുറത്തിറങ്ങിയ അണ്ടർ ദ സ്കിൻ എന്ന ചിത്രമാണിത്. സ്കാർലെറ്റ് ജൊഹാൻസൺ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ പ്രദർശനമുണ്ട്. നിരവധി കിടുരംഗങ്ങൾ അടങ്ങുന്ന ഒരു സൂപ്പർ ചിത്രമാണിത്. സ്കാർലെറ്റ് ജൊഹാൻസനെ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മാർവലിൻ്റെ അവഞ്ചേഴ്സിൽ ബ്ലാക്ക് വിഡോയായി അഭിനയിച്ച് പ്രേക്ഷക ശ്രദ്ധ ആർജിച്ച നടിയാണവൾ. ലൂസി, ഹിച്ച്കോക്ക്, ദ ഐലൻഡ് എന്നിവയാണ് എടുത്തു പറയേണ്ട പടങ്ങൾ. സ്കാർലെറ്റ് ജൊഹാൻസൻ്റെ പൂർണ്ണ പ്രദർശനമുള്ള മറ്റ് ചില സിനിമകളെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. 2023 പുറത്തിറങ്ങിയ ആസ്ട്രോയിഡ് സിറ്റി, 2013 പുറത്തിറങ്ങിയ ഡോൺ ജോൺ എന്നിവയാണ് മറ്റു കിടുരംഗങ്ങളുള്ള ചിത്രങ്ങൾ. നമുക്കെന്നാൽ അണ്ടർ ദ സ്കിൻ എന്ന ഈ ചിത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഒരു ഏലിയൻ്റെ കഥാപാത്രത്തിനെയാണ് സ്കാർലെറ്റ് ജൊഹാൻസൺ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. പുരുഷന്മാരെ വശീകരിച്ച് കൊണ്ടുപോയതിനു ശേഷം അവരുമായി അവൾ പരിപാടി നടത്തുന്നു. അതിനുശേഷം യാതൊരു ദാക്ഷിണ്യവും കൂടാതെ കൊല്ലുന്ന വിചിത്ര സ്വഭാവമുള്ള ഒരു ഏലിയൻ്റെ കഥ പറയുന്ന ചിത്രമാണത്. പുരുഷന്മാരുമായുള്ള ആ പരിപാടികൾ പിന്നീട് അവളെ ലഹരി പിടിപ്പിക്കുകയും പിന്നീട് ആ ഏലിയൻ അതിനു വേണ്ടി തന്നെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു. ഈ ചിത്രത്തിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും പ്രദർശനമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ആവേശഭരിതരാകാനുള്ള നിരവധി രംഗങ്ങൾ ഈ ചിത്രം തുറന്നു കാട്ടുന്നുണ്ട്. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് ലിൻസി ടേലറുമായിട്ടുള്ള സ്കാർലെറ്റ് ജൊഹാൻസൻ്റെ ചില പരിപാടികളാണ്. ഈ സീൻ തന്നെയാണ് ഈ ചിത്രത്തിലെ മെയിൻ ഹൈലൈറ്റ്. അവളുമായി പരിപാടി നടത്തിയതിനു ശേഷം അവളെ ആ ഏലിയൻ കൊല്ലുന്നു. അതിനുശേഷം അവളുടെ വസ്ത്രമെല്ലാം സ്കാർലെറ്റ് ജൊഹാൻസൺ ധരിച്ചതിനു ശേഷം അവിടെ നിന്നും സ്ഥലം വിടുന്നു. ഇതേപോലുള്ള മറ്റനവധി രംഗങ്ങളും ഈ ചിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാഴ്ച വിരുന്ന് ഈ സിനിമ ഒരുക്കുന്നുണ്ട്. ഇതൊരു R റേറ്റഡ് ചിത്രമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈ ചിത്രത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്ന്. ഈ ചിത്രത്തിലെ രംഗങ്ങൾക്ക് ഒരു 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കേണ്ടി വരും. അത്രയുമാണ് സ്കാർലെറ്റ് ജൊഹാൻസൺ ഈ ചിത്രത്തിൽ കാഴ്ചവെക്കുന്നത്. പൂർണ്ണ പ്രദർശനം മാത്രമല്ല മറ്റ് ചില പരിപാടികളും ഈ ചിത്രത്തിൽ ഉൾപ്പെടുന്നു. അതെല്ലാം നിങ്ങൾ ഈ ചിത്രം കണ്ടു തന്നെ ആസ്വദിക്കൂ. ബ്ലാക്ക് വിഡോയുടെ ആരാധകർ ഒരിക്കലും ഈ ചിത്രം മിസ് ചെയ്യരുത്. സ്കാർലെറ്റ് ജൊഹാൻസൻ്റെ കൂടുതൽ ചിത്രങ്ങൾ അറിയുവാനായി താഴെ കമൻറ്റ് ചെയ്യൂ. അവൾക്ക് വേണ്ടി മാത്രമായി ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.